ജയിൽ ചാടുമെന്നും ജയിൽ ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്നും ഗോവിന്ദചാമി ഭീഷണിപ്പെടുത്തിയതായി വെളിപ്പെടുത്തൽ. ലൈംഗിക വൈകൃതം പേറുന്ന സൈക്കോ ക്രിമിനൽ എന്ന പോലീസ് രേഖകൾ. നിയമത്തിന്റെ പഴുതുകൾ വഴി രക്ഷപ്പെടാൻ അനുവദിക്കാതെ വധശിക്ഷയ്ക്കായി നിയമ പോരാട്ടം തുടരണമെന്നും ആവശ്യമുയരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദചാമിയുടെ അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചിരുന്ന ഉദ്യോഗസ്ഥനെയും കുടുംബത്തെയും തകർക്കുമെന്ന് ഗോവിന്ദചാമി ഭീഷണികൾ മുഴക്കിയിരുന്നതായി തെളിയുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താറിനെയാണ് ഈ വിധത്തിൽ ഈ ക്രിമിനൽ ഭീഷണിപ്പെടുത്തിയത്. ജയിൽ ചാടിയ ശേഷം വീട്ടിലെത്തി തന്നെ കെട്ടിയിട്ട് വീട്ടിലെ എല്ലാവരെയും ബലാത്കാരം ചെയ്യുമെന്ന ഭീഷണിയാണ് പലതവണ ഗോവിന്ദചാമി മുഴക്കിയത്. അതീവ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന 10ാം ബ്ലോക്കിൽ നിന്നും ജയിൽ ചാടുമെന്ന് പറഞ്ഞത് തമാശയായിട്ടാണ് ഏവരും എടുത്തത്. എന്നാൽ അസംഭവ്യമെന്ന് കരുതിയത് നടന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു അബ്ദുൾ സത്താർ. ജയിൽ ചാടി എന്നറിഞ്ഞതോടെ അവധിയെടുത്ത് വീട്ടിലേക്ക് പോയ അബ്ദുൾ സത്താർ വീട്ടുകാർക്ക് കാവലിരിക്കുകയായിരുന്നു. നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ സത്താറിന്റെ വാക്കുകളിൽ നിന്നും എത്രത്തോളം ആക്രമണകാരിയാണ് ഗോവിന്ദചാമി എന്നാണ് വ്യക്തമാകുന്നത്. ജയിൽ നിയമങ്ങൾ അനുസരിക്കാത്ത ഗോവിന്ദചാമിയെ ജയിൽ ചട്ടങ്ങൾ അനുസരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലുള്ള പക മൂലമാണ് തന്റെ കുടുംബാംഗങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന വിധത്തിൽ ഗോവിന്ദചാമി ഭീഷണിപ്പെടുത്താൻ കാരണമെന്നാണ് ഈ ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലുമെല്ലാം വൻ ക്രിമിനൽ ഗ്യാങ് ഗോവിന്ദചാമിക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. കോയമ്പത്തൂരിലെ ചില ശ്മശാനങ്ങളിൽ വൻതോതിൽ സ്വർണ്ണ ഉരുപ്പടികളടക്കം ഇവർ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ആ വിങ്ങാണ് വൻ തുകകൾ മുടക്കി ഗോവിന്ദചാമിക്ക് വേണ്ടി കേസുകൾ നടത്തുന്നതെന്നും അബ്ദുൾ സത്താർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. വധശിക്ഷ വിധിച്ചിരുന്നുവെങ്കിൽ ആരാച്ചാർ ഇല്ല എങ്കിൽ ഈ അപകടകാരിയെ തൂക്കിക്കൊല്ലാൻ താൻ തയ്യാറാകുമായിരുന്നുവെന്ന് ഈ ജയിൽ ഉദ്യോഗസ്ഥൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ലഹരിക്കും ലൈംഗികതയ്ക്കും വേണ്ടി ഏത് ക്രൂരകൃത്യം ചെയ്യാനും മടിയില്ലാത്തവനാണ് ഗോവിന്ദചാമി എന്ന് അന്വേഷണ രേഖകൾ വ്യക്തമാക്കുന്നു. തീവ്ര ലൈംഗിക വൈകൃതം പേറുന്ന ഇയാൾക്കെതിരെ സഹതടവുകാരനെ ബലം പ്രയോഗിച്ച് സ്വവർഗരതിക്ക് ശ്രമിച്ചതായുള്ള കേസുവരെ ഉണ്ടായിട്ടുണ്ട്. കൊടും ക്രിമിനലായ ഗോവിന്ദചാമിക്ക് എവിടെ സ്ത്രീകളെ കണ്ടാലും ഭ്രാന്താണെന്നും പോലീസ് ബന്ദോബസ്തിൽ പോലും സ്ത്രീകളെ കണ്ടാൽ ഉത്തേജനമുണ്ടാകുന്ന സൈക്കോ ആണെന്നും റിട്ടയേർഡ് SI മുഹമ്മദ് അഷ്റഫും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗമ്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദചാമിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ മുഹമ്മദ് അഷ്റഫും അംഗമായിരുന്നു. ചോദ്യം ചെയ്യലിൽ പോലും വൈകൃതം നിറഞ്ഞ മറുപടികളാണ് ഇയാൾ നൽകിയത്. പാൽപായസം കണ്ടാൽ കഴിക്കാതിരിക്കാൻ കഴിയുമോ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് കൂസലില്ലാതെ ഇയാൾ നൽകിയ മൊഴി. സാക്ഷി പറയാനെത്തിയ വനിതാ ഡോക്ടറെയും ഭീഷണിപ്പെടുത്താൻ ഗോവിന്ദചാമി ശ്രമിച്ചിരുന്നതായും അന്വേഷണ രേഖകളിൽ വ്യക്തമാണ്. ഗോവിന്ദചാമി പുറം ലോകത്തെത്തിയാൽ ഇതിലും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പായിരുന്നുവെന്നും ഇത്രയും കാലം ലൈംഗിക ബന്ധം കിട്ടാത്തതിലെ പക അവൻ തീർക്കുമായിരുന്നുവെന്നും അതിനാൽ അതീവ സുരക്ഷ അനിവാര്യമാണെന്ന് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നതായും രേഖകളിൽ വ്യക്തമാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പലപ്പോഴും ക്രിമിനൽ സൈക്കോയെ പോലെയാണ് ഇയാൾ പെരുമാറിയിരുന്നത്. ബിരിയാണി വേണമെന്നും സ്ത്രീകളെ വേണമെന്നും ഇവൻ വിളിച്ചു പറഞ്ഞിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചാൽ തെറി വിളിക്കുകയും മലം വാരി എറിയുകയും ഒക്കെയായിരുന്നു പതിവ്. ഒരു കൈക്ക് കൈപ്പത്തി ഇല്ലാത്തതിനാൽ ഗോവിന്ദചാമി കായികമായി ദുർബലനാണെന്ന് ഒരിക്കലും കരുതരുതെന്നാണ് ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു നൽകുന്ന മുന്നറിയിപ്പ്. കൈപ്പത്തിയില്ലാത്ത കൈക്ക് അസാധാരണ കരുത്താണ് അയാൾക്കുള്ളത്. സ്ത്രീകളെ എവിടെ വെച്ച് കണ്ടാലും ക്രൂരമായി കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. രക്തത്തിൽ കുളിച്ച് മരണാസന്നരായവരെ പോലും ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നതിൽ ഒരു കുറ്റബോധവുമില്ലാത്ത ക്രിമിനലാണ് ഗോവിന്ദചാമി എന്നും തെളിവുകൾ നിരത്തിയാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. റെയിൽവേ ട്രാക്കിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സൗമ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് ഡോക്ടർ ഷേർലി വാസു ആയിരുന്നു. ആ കണ്ടെത്തലുകൾ കേസിൽ ഏറെ നിർണായകമായി മാറുകയും ചെയ്തു. ഒറ്റക്കൈനായ ഇയാൾ ഒരു ആയുധം പോലും ഇല്ലാതെയാണ് സൗമ്യയെ തലക്കടിച്ച് ബോധം കെടുത്തിയത്. ഓടുന്ന ട്രെയിനിൽ വെച്ച് യുവതിയെ പിടിച്ച് കൈകൾ വാതിലിന്റെ ഇടയിലിട്ട് ചതച്ചിരുന്നു. പിന്നിൽ നിന്നും മുടി കുത്തിപ്പിടിച്ച് തല ട്രെയിനിന്റെ ഭിത്തിയിലടിച്ച് ബോധം കെടുത്തിയ ശേഷമാണ് പുറത്ത് റെയിൽവേ ട്രാക്കിലേക്ക് ഇട്ടത്. തുടർന്ന് ട്രെയിനിൽ നിന്നും ഇയാൾ പുറത്തു ചാടുകയും ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. ആ അവസ്ഥയിലും സൗമ്യ ചെറുത്തതിനാൽ കരിങ്കല്ല് കൊണ്ട് ഇടിച്ച് മുഖമാകെ ചോര ചിതറിച്ചിട്ടുമുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് മുൻപെടുത്ത 202 ഫോട്ടോകൾ 3 ആൽബങ്ങളിലാക്കി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതാണ് കേസിൽ വലിയ തെളിവുകളായി മാറിയത്. അതീവ ലൈംഗിക വൈകൃതങ്ങൾ പേറുന്ന ഇയാൾ പുറത്തു ചാടിയാൽ ആദ്യം ലക്ഷ്യമിടുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീയെ ആയിരിക്കുമെന്നതിൽ തെല്ലും സംശയമില്ലെന്നും ഷേർലി വാസു പറയുന്നുണ്ട്. ജയിൽ ചാടി ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കൊടും ക്രിമിനലിനെ പിടികൂടാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി. അല്ലെങ്കിൽ നാടൊന്നാകെ ഭീതിയിലാളുമായിരുന്നു.
തന്നെ ജയിലിൽ അടയ്ക്കാൻ കാരണമായവർക്കെതിരെ ഇയാളും സംഘവും പകവീട്ടാൻ എത്തുമെന്നതും ഉറപ്പായിരുന്നു. നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് മരണശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട ഈ സൈക്കോ ക്രിമിനലിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും വധശിക്ഷയ്ക്ക് വേണ്ടി വീണ്ടും പരമോന്നത നീതിപീഠത്തെ സമീപിക്കണമെന്നുമുള്ള ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.